ഇല്ലടികളെ നമ്മുടെ തമിഴ്നാട് കരൂർ നടന്ന അപകടം നിങ്ങളെല്ലാവരും കണ്ടാണല്ലോ. ഇപ്പം ഞാൻ വീഡിയോ മുമ്പ് ചെയ്തത് മരണം 30 എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ മരണം 30-ലും അപ്പുറമാണ് ഇല്ലാടകളെ എന്ന് സംബന്ധിച്ച് കുറേ പേര് ഗുരുതരമായി പരിക്കേറ്റവരുണ്ടായിരുന്നു. അവർക്ക് മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് മരിച്ചിരിക്കുന്നത്. അതിൽ 2 വനിതാ പോലീസൊക്കെ ഉണ്ട്. എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്കാരെ എന്താ പറയില്ല, സത്യം പറയാലോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലൊരു ഭ്രാന്ത് പോലെയാണ്. മനസ്സിലായില്ല, ഭ്രാന്ത് പറഞ്ഞാൽ എന്താ വെച്ചാൽ അഡിക്ഷൻ. ഇപ്പൊ നമ്മൾ വിജയ് എന്ന് പറയുമ്പോൾ തന്നെ പണ്ടൊക്കെ പറഞ്ഞ കുട്ടികളായിരുന്നു വിജയാനന്റെ ഫാൻസ് മൊത്തം. ഫുൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വിജയന്റെ പടം കാണുന്നു, നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നു, നല്ല നല്ല ആക്ഷൻ സീൻ ഇടുന്നു, നല്ല പാട്ടിടുന്നു. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ കുട്ടികളായിരുന്നു. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ കഥ മാറി. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിയൽ ലൈഫിൽ നടക്കുന്ന അല്ലെങ്കിൽ സൊസൈറ്റിയിൽ എന്ത് നടക്കുന്നോ അതിനെക്കുറിച്ചുള്ള പടങ്ങൾ മൊത്തം വിജയൻ നടക്കാൻ തുടങ്ങി. അപ്പൊ എന്താ ഈ ഫുള്ള് ആൾക്കാർ മൊത്തം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ആയിട്ടുള്ള എല്ലാം സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഈവൻ ഞാൻ പോലും ഞാൻ പണ്ടൊന്നും ഫാൻ ആയിരുന്നില്ല. പിന്നെ ഞാൻ എന്താ വെച്ചാൽ ഇവൻ ഇങ്ങനത്തെ പടങ്ങൾ ഇറങ്ങുമ്പോൾ പിന്നെ പുള്ളിക്കാരൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടം തോന്നി. സോ ഞാനും അദ്ദേഹത്തിന്റെ ഫാന്. എന്താ വെച്ചാൽ വിജയ് അണ്ണൻ ഓക്കെ ഇതെന്താ പരിപാടി ചോദിച്ചാൽ പിന്നെ പുള്ളിക്കാരൻ നേരെ പടം നിർത്തി നേരെ പൊളിറ്റിക്സിൽ ഇറങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരന്റെ പടം മൊത്തം അങ്ങനെ ആയിരുന്നു. ഏറെക്കുറെ എന്താ വെച്ചാൽ വിജയണ്ണന്റെ പടം പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ എന്ത് നടക്കണോ അതിനെതിരായിട്ടുള്ള പടങ്ങൾ മൊത്തം ഇപ്പൊ നമ്മളെടുത്താൽ പറയാം കത്തി, മെർസൽ, അങ്ങനത്തെ കുറേ പടങ്ങളുണ്ട്. അപ്പൊ പടത്തിൽ മൊത്തം ഇങ്ങനത്തെ സംഭവങ്ങളാണ്. സോഷ്യലി എന്തൊക്കെ നടക്കുന്നോ അതൊക്കെ എടുത്തിട്ട് ഇടുക. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ പടം വിജയിക്കുന്നുണ്ട്, ആൾക്കാർക്ക് നല്ല രീതിയിൽ ഒരു ഫാൻ ബേസും കിട്ടുന്നുണ്ട് പുള്ളിക്കാരനെ. അപ്പോൾ പുള്ളിക്കാരൻ പൊളിറ്റിക്സിൽ ഇറങ്ങി സ്വാഭാവികം എന്താ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നടക്കുന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എന്താ വെച്ചാൽ കരൂർ നടന്ന അപകടത്തിൽ ഇല്ലാടല്ലേ ഞാൻ ഒരു കൈമറ ഓപ്പൺ ആയിട്ട് എനിക്കിപ്പോൾ ആരുടെ പക്ഷം നിൽക്കാൻ പറ്റില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ വിജയാണ് അപകടം നടന്ന ശേഷം നേരെ പുള്ളിക്കാരൻ എയർപോർട്ടിൽ പോയി നേരെ വീട്ടിലേക്ക് പോയ സംഭവം. അതാണ് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിനെ നടന്നില്ല. പുള്ളിക്കാരൻ എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ വഴിയില്ല. ഇപ്പൊ പുള്ളിക്കാരൻ ഇപ്പൊ ഈ അപകടം സംഭവിച്ചിട്ട് ഹോസ്പിറ്റലിൽ കാണാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അവിടെ അതിലും കൂടുതൽ ക്രൗഡാവും. മനസ്സിലായില്ലേ? ഇവിടെ ഇങ്ങനെ കാണാൻ വന്ന സമയത്ത് ഇത്ര ജനങ്ങളില്ലടല്ലേ, 10,000 പേര് എക്സ്പെക്ട് ചെയ്തു. പക്ഷേ 50,000-ത്തിലധികം ആൾക്കാർ വന്നു എന്നാണ് കേട്ടത് ഇല്ലാട്ടല്ലേ. അപ്പൊ എന്താ വെച്ചാൽ അതുപോലെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അതുപോലെ എന്താ വെച്ചാൽ ഫുള്ള് ക്രൗഡ് ആവും. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ വീട്ടിൽ പോയതെന്നാണ് പറയുന്നത്. കുറെ പേര് ഇല്ലടാ, നമുക്കെന്താ വെച്ചാൽ കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ വേറെ കുറെ പേര് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ മാനാട് നടത്താനുള്ള പരിപാടി ഇതുപോലെ ഒരു സ്ഥലം ചോദിച്ചു, പക്ഷെ അവർ സ്ഥലം തന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഏരിയയിൽ ഇങ്ങനെ പരിപാടി നടത്തിയത്. പക്ഷെ എന്താണ് ആ ഏരിയയിലേക്ക് ഇല്ലടാ ലിമിറ്റഡ് ആൾക്കാർക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ, കൂടുതൽ ആൾക്കാർ നിൽക്കാൻ പറ്റില്ല. പിന്നെ എന്താ വെച്ചാൽ ഇടുങ്ങിയ സ്ഥലമാണ്. ഇടുങ്ങിയ സ്ഥലം പറഞ്ഞാൽ ഇടുങ്ങിയ സ്ഥലം. അപ്പൊ എന്താ വെച്ചാൽ ആൾക്കാർ തിരക്ക് വരുന്നവരുണ്ടായി ഈ ഫ്രണ്ടിൽ നിൽക്കുന്നവർക്ക് ജാം ആവും. മനസ്സിലാക്കാൻ ഭയങ്കര തിരക്കാവും. ആ ഒരു സംഭവം ഒന്നാമത്തെ. പിന്നെ എന്താ വെച്ചാൽ ഇടയിൽ കറണ്ട് കട്ട് ചെയ്തില്ല. അത് വെച്ചാൽ ആൾക്കാർ കൂടിയതുകൊണ്ടാണ് കറണ്ട് കട്ട് ചെയ്തെന്ന് പറയുന്നുണ്ട്. അപ്പൊ കറണ്ട് കട്ട് ചെയ്ത സമയത്ത് എന്തായി, നമ്മുടെ വിജയണ്ണൻ പ്രസംഗിക്കുന്ന സമയത്ത് ബാക്കിലിരിക്കുന്ന ആൾക്കാർക്കൊന്നും കേൾക്കണില്ല. അപ്പൊ അവർ ഫ്രണ്ടിലോട്ട് വരുന്ന സമയത്ത് അവരിങ്ങനെ ഫ്രണ്ടിലേക്ക് കേൾക്കാൻ വേണ്ടി തിരക്കി വരുന്ന സമയത്ത് ബാക്കി ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാർ പെട്ടുകല്ലേ. അങ്ങനെ കുറച്ച് ആൾക്കാർ പെട്ടവരുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് സംഭവം. ഇതൊക്കെ കൊണ്ടാണ് പറയുന്നത്. കുറെ ജനങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ആ മായയുടെ സ്ഥലം തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ പറയായിരുന്നോ, അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമാകുന്ന കുറെ പേര്. മറ്റു ചിലർ എന്താണ് ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, അവൻ അങ്ങനെ വീട്ടിൽ പോകാൻ പറ്റുമോ, അവൻ എങ്ങനെ മാനാട് നടത്തും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര്. അപ്പൊ ഇത് ഞാൻ പറയുക പ്യുവർ പൊളിറ്റിക്സ് ട്രിക്സ് ആണ്. മനസ്സിലായി? ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ സംഭവം എല്ലാവിടെയും നടക്കുന്നതാണ്. ഇപ്പൊ ഈ തമിഴ്നാട്ടിൽ മാത്രമല്ല എല്ലാവിടെയും. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പാർട്ടിക്കാർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനെ തൂങ്ങിപ്പിടിച്ച് നിൽക്കാൻ വേണ്ടി കുറെ ഓപ്പോസിറ്റ് പാർട്ടിക്കാരുണ്ടാവും. എല്ലാ പാർട്ടിക്കാരും എന്റെ പാർട്ടി നിലവില്ല. എന്താ വെച്ചാൽ അതാണ് എന്താ വെച്ചാൽ അവർക്ക് അത് ടാക്ടിക്സ് ആണ്. അവർക്ക് വിജയിക്കുമെങ്കിൽ അതേ വഴിയുള്ളൂ. എന്താ വെച്ചാൽ അവിടുത്തെ എന്ത് ഡ്രോബാക്ക് ഉണ്ടോ അതിനെ പിടിച്ച് കയറുക. ആ സംഭവം അതിപ്പോൾ വർക്കൗട്ട് ആയില്ലല്ലേ. അപ്പൊ എന്താ വെച്ചാൽ ഞാനൊരു ക്ലിപ്പ് കൊണ്ടുവരാം. ഞാൻ മുമ്പ് ഞാൻ പറഞ്ഞില്ല, മുമ്പത്തെ വീട്ടിൽ നമ്മൾ കുറെ ക്ലിപ്പ് വെച്ചിട്ടുണ്ട്. ഇതിലൊരു ക്ലിപ്പ് കൊണ്ട് ഒരു അമ്മ പറയണത് ഇല്ലല്ലേ, അത് ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്യാം. എന്ന് വെച്ചാൽ ആ വീഡിയോ എല്ലാവരും എത്തി വൈറലായിരിക്കും. അപ്പൊ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യലടാ, നിങ്ങൾ കണ്ടു നോക്കുക എന്ന് ഞാൻ പറയാം. இத்தனை உயிர் ஓய் கிடக்குது, அவனால என்ன செய்ய முடியும்? நான் அடுத்த ஊருக்கு எந்த முதலே வச்சு மாநாடுக்கு போவேன். அவன் மாநாட்டுக்கே போக கூடாது. போனான்னு வச்சுக்கோங்க, நான் சொல்றேன் அவன்கிட்ட போய் சொல்லுங்க, நான் போடுங்க செருப்ப கட்டியாவது அடிப்பேன். இவன் போய் நீ சொகுசா படுத்திருக்கிறேன் ஏசியில, நாங்க கிடக்குறோம் வீதியில கிடக்குறோம். நாங்க வீதியில கிடக்குறோம். என் பாப்பான எங்க குடும்பத்தை அரசியல் பண்ணுங்க வேணான்னு சொல்ல, அதுக்காக கூட்டத்தை கூட்டி இந்த மாதிரி நெருக்கடி பண்ணி மற்றவங்களுக்கு மாசு காட்டி மற்றவங்க இருக்கிறவங்க எல்லாம் சாக வச்சு நீங்க அரசியல் பண்ணுங்கிறது என்னங்க இருக்குது? അതാണ് കില്ലറുടെ സംഭവം. ആ അമ്മ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്ന വിഷയം യോജിക്കുന്നില്ല, എന്നാൽ യോജിക്കുന്ന വിഷയം യോജിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കില്ലറ. എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ആ അമ്മ പറഞ്ഞു നിങ്ങൾ ഇപ്പൊ വിജയ് ഇപ്പൊ എന്താ വെച്ചാൽ മരിച്ചവർക്കൊക്കെ 20 ലക്ഷം വെച്ചും കില്ലറ, അപകടം സംഭവിച്ചവർക്ക് ആദ്യം 10 ലക്ഷം നേട്ടത്, പിന്നെ 20 ലക്ഷം ആയി തോന്നുന്നു. അപ്പൊ അപകടം സംഭവിച്ചവർക്ക് 1 ലക്ഷം വെച്ച് കൊടുക്കുന്നുണ്ട് പറഞ്ഞു കേട്ടു. അപ്പൊ ഈ അമ്മ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവൻ പോടുற പിച്ചക്കാശ് ഞങ്ങൾക്ക് പെർസ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവൻ തന്ന പൈസ വലുതാണോ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ സീരിയസ്ലി ഞാൻ പറയുള്ളൂ, ജീവൻ തന്നെയാണ് വലുത്. എല്ലാവരും പൈസ ഒന്നുമല്ല, പൈസയുടെ മുകളിൽ അല്ല ജീവന്റെ മുകളിൽ വെക്കാനൊന്നും പൈസ ആവില്ല. അതൊന്നാമത്തെ കാര്യം. പക്ഷേ ഈ അമ്മ എന്തുകൊണ്ടാണ് പരിപാടിക്കുക? അതാണ് വിജയണ്ണൻ മുൻപേ പറഞ്ഞിരുന്നു കുട്ടികൾ വരരുത്, അമ്മമാർ വരരുത്, പരിപാടിക്ക് തിരക്കായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. പിന്നെ എന്തുകൊണ്ട് പിന്നെ ഈ പരിപാടിക്ക് പോയി എന്നാണ് എന്റെ ചോദ്യം ഈ അമ്മയോട്. ഇല്ലല്ല അത് മാത്രമേ ഉള്ളൂ. എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് പോയി? ഇനിയിപ്പോൾ ഓപ്പോസിറ്റ് പാർട്ടിക്കാർ ഇവരെങ്ങനെ ആക്കിയതാണോന്ന് എനിക്ക് അറിയില്ല. സീരിയസ്ലി അങ്ങനെ നടക്കുള്ളൂ. അപ്പോൾ ഒരു അപകടം സംഭവിച്ച ഓപ്പോസിറ്റ് പാർട്ടിക്കാർ അവിടെ ഓടിയെത്തും, അവരെ പരിപാലിക്കും, ശുശ്രൂഷിക്കും,
അതാണ് ഇതാണെന്നൊക്കെ പറയും, മറ്റവർ അങ്ങനെ ചെയ്തുകൊണ്ടല്ലോ ഒക്കെ പറയും. അത് ടാക്ടിക്സ് ആണ്, പ്യുവർ പൊളിറ്റിക്സ്, ബിസിനസ് അല്ലെങ്കിൽ ടാക്ടിക്സ് ആണ്. അത് മനസ്സിലാക്കിയാൽ മതി കേട്ടല്ലോ. അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ വിജയ് അടുത്ത മാനാട്ടിൽ എങ്ങനെ പോകും, ഞാൻ കണ്ടു ഞാൻ ചെരുപ്പിൽ അടിക്കുന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. പിന്നെ ഈ വിജയ് വിളിച്ചിട്ടൊന്നുമില്ലെങ്കിൽ ഇവിടെ ഈ കൂട്ടം ആൾക്കാരൊന്നും വന്നത് മാസ് കാണിക്കുക. എന്ത് വിഷയം വിജയാണെന്ന് പറഞ്ഞാൽ ആള് വന്നാൽ ജസ്റ്റ് ഇത് കാണാനേ ആൾക്കാർ കൂട്ടും. പിന്നെ ഇങ്ങനെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. എന്തോ കിലോടെ അറിയില്ല, ഇനിയിപ്പോൾ അവിടുത്തെ പൊളിറ്റിക്സ് എന്താണെന്ന് അറിയില്ല. വിജയന് ഒരു റെസ്പോൺസേ കിട്ടില്ല. റെസ്പോൺസ് കിട്ടി, അപകടം സംഭവിച്ച സമയത്ത് ആൾ പറഞ്ഞു എനിക്കും ഭയങ്കര വിഷമമായി, പക്ഷെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ആൾ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇനി ഇതിനെക്കുറിച്ചൊരു ഒരു വീഡിയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കൊന്നും അറിയില്ല. അപ്പോൾ ഓപ്പോസിറ്റ് പാർട്ടിക്കാർ എന്തായാലും നല്ല രീതിയിൽ അവിടെ കളിക്കുന്നുണ്ട്. കുഴപ്പമില്ല, നല്ലത് ചെയ്താൽ മതിയില്ല. അതേ നമുക്ക് പറഞ്ഞു, നമുക്കിങ്ങനെ നമ്മൾ ഏത് പക്ഷമല്ല, എന്തായാലും നല്ലത് ചെയ്താൽ മതി, അത് നമുക്ക് പറയാനുള്ളൂ. അപ്പൊ അതേ പറയാനുള്ളൂ. അപ്പൊ ഇനി നിങ്ങൾ ആരെങ്കിലുമൊക്കെ പരിപാടിക്ക് പോവാണെങ്കിൽ സേഫായിട്ട് പോകുക, അതേ പറയാനുള്ളൂ.